എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഷാനവാസിൻ്റെ നിവിൻ്റെയും കാര്യത്തിൽ നാളെ എന്തായാലും ലാലേട്ടൻ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ആരുടെ ഭാഗമാണ് ശരി എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാനവാസിൻ്റെ ഭാഗമാണ് ശരി. ഷാനവാസ് ഇതിൽ പെട്ടുപോയതാണ്. ആദില കാണിച്ചൊരു എടുത്തുചാട്ടത്തിൽ പറ്റിപ്പോയൊരു സംഭവമാണ് സത്യം പറഞ്ഞ ഇത്. കാരണം ഒറിജിനലായിട്ടും ഷാനവാസിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഷാനവാസ് പറഞ്ഞത്. ഉണ്ടായി കാണാം. കാരണം നിവിൻ്റെ സ്വഭാവം അങ്ങനെയാണ് കാണിച്ചത്. എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അല്ല അങ്ങനെ കാണിക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം ചിലരൊക്കെ സമ്മതിച്ചു കൊടുക്കത്തേ ഒളിച്ചും ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. അതുപോലെ ഷാനവാസിനെ പോലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ചിലപ്പോൾ നിവിന് ചിലപ്പോൾ ഒന്നും ചിന്തിക്കാതെ കാണിച്ചായിരിക്കും, ചിലപ്പോൾ ചിന്തിച്ചോട്ട് കാണിക്കും, ചിന്തിച്ച് കാണിച്ചതാണെന്നാണ് തോന്നുന്നത്. ഷാനവാസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസ് മാറിക്കിടക്കുന്നുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട് പറയുന്നൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് 100% അല്ല, ഒരു 90% സത്യമാണ്. പക്ഷെ അതിൽ ഡീപ്പായിട്ട് എന്തെങ്കിലും നടന്നോ ഇല്ലയോ, എന്ത് ചെയ്ത് ഏത് ചെയ്തതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൽ ഷാനവാസ് അത് ആദിലയോട് നോർമലായിട്ട് റെഗുലറായിട്ട് പറഞ്ഞ കാര്യമാണ്. ഷാനവാസിനത് പുറത്ത് അറിയിക്കണമെന്ന് ഓൾറെഡി അറിയും, നമ്മൾ വീഡിയോസ് ലൈവ് അല്ലേ, അപ്പോൾ പുറത്ത് അറിയും. പക്ഷെ എന്നാലും ഇതൊരു ചർച്ചയാക്കണമെന്ന് ഷാനവാസിന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ആദില അത് എടുത്തു ചാടി അത് പറയുമായിരുന്നു. ഒന്നാമത് ഓൾറെഡി നെവിനോട് ആദിലയ്ക്ക് നൂറയ്ക്ക് ഒരു വിരോധമുണ്ട്. അന്ന് ഇവർ കാരണമാണ് പുറത്തൊക്കെ പോയത്, അറിയാമല്ലോ. ആ രീതിയിൽ വന്നതാണ്. പക്ഷെ അത് ഷാനവാസ് ഇവർക്ക് പ്രശ്നം ഉണ്ടാകാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പറഞ്ഞതാണ്. ഇതിപ്പോൾ നാളെ എന്താ നടക്കുന്നത് ഏതാ നടക്കുന്നതെന്നൊന്നും അത് ലാലേട്ടന് സത്യം തന്നെ മടുത്ത് കാണും സത്യം പറഞ്ഞാൽ. ഇപ്പം നാലാമത്തെ കാര്യം ഒന്ന് ജിസേലും അവരുടെ പ്രശ്നം, പിന്നെ ആദിലയുടെയും ഇവിടെ ഷാനവാസിൻ്റെ പ്രശ്നം, അങ്ങനെ നിവിനും ഷാനവാസുള്ള പ്രശ്നം, പിന്നെ അവർ മറ്റേ റെന ഫാത്തിമയും തമ്മിലുള്ള പ്രശ്നം, അങ്ങനെ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പം ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഷാനവാസിനോടേ അങ്ങനെ കാണിച്ചിട്ട്, മറ്റുള്ളവരെല്ലാം നോർമലായിട്ട് കെട്ടിപ്പിടിക്കെങ്കിലും അവർ കാര്യമാക്കി കാണിച്ചിട്ട് ഷാനവാസിനോട് കാണിച്ചിട്ടുള്ളെങ്കിലോ നമുക്ക് ഓരോരുത്തർ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പം നെവൻ പറയുന്നത്, നെവിനെ കാണുമ്പോഴേ അറിയാം കള്ളത്തരവാ പറയുന്നത്. നെവിൻ അറിയാം നെവിൻ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നെവിൻ എല്ലാം കള്ളത്തരവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നെവിൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, എന്തൊക്കെയാണ് ഷാനവാസ് അറിയത്തില്ല എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന ആദിലയും നൂറയും ഷാനവാസോട് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കുന്നുണ്ട്. ഷാനവാസ് സോറി പറയാനിരുന്ന നെവിനോട് എന്തിനാ സോറി പറയേണ്ട ആവശ്യമുണ്ട്? ഷാനവാസിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഷാനവാസ് സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. സോറി പറയേണ്ടത് എന്താ വെച്ചാൽ അവനെ ഇങ്ങനെ പൊതു സ്ഥലത്ത് എടുത്തിട്ടത് കൊണ്ട് സോറി പറയണമെന്ന് വിചാരിച്ചതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സോറി പറഞ്ഞത്. എന്ന് വെച്ചാൽ അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ആയിരിക്കത്തില്ല. എന്തായാലും ഇവർ കൂടെ ഉള്ളവർ നാളെ പറയുമെന്നാണ് പറഞ്ഞത്. ലാലേട്ടൻ എന്താ കാണിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ലാലേട്ടൻ എന്തായാലും എൻ്റെ അഭിപ്രായം നമ്മുടെ ഷോയ്ക്ക് നോസമായിട്ട് വരുന്ന ഒന്നും കാണിക്കാൻ സാധിക്കും. ഷാനവാസിന് തട്ട് കൊടുത്തിട്ടിരിക്കും, അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ചെയ്തൊന്നും പറയത്തില്ല, എല്ലാം അവരുടെ സൈഡ് തന്നെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് അവരുടെ സൈഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നാളെ എന്തുവായാലും അറിയാം. ഷാനവാസ് അല്ല നവീന്. എന്തുവായാലും അനീഷിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പാവം ഒന്ന് ഫ്രണ്ട്ഷിപ്പായൊക്കെ വരുമായിരുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. ലാലേട്ടൻ നാളെ പൊരിക്കും. പ്രമോ ഒക്കെ എന്തുവാണെന്ന് പറഞ്ഞത്. പ്രമോ ഒന്ന് വന്ന് അത് രാവിലെ തുടങ്ങത്തുള്ള പ്രമോ. എന്തായാലും നമുക്ക് കണ്ടറിയാം അല്ലേ. എന്തായാലും ഷാനവാസിൻ്റെ സൈഡ് വിജയിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ ഫാൻസ് ഒന്നുമായിട്ടൊന്നും, അല്ലെങ്കിൽ നിവിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം, നിവിൻ്റെ ക്യാരക്ടർ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും എന്തുവായാലും തന്നെ സത്യം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.